ഹാപ്പി വെഡിങ് എന്നുള്ള സിനിമയിലൊക്കെ പറയുന്നുണ്ട്. അതായത് നിങ്ങളും ബിടെക്കാണാ, പണ്ടൊക്കെ ഒരു കല്ലെടുത്ത് പറഞ്ഞാൽ അത് വന്ന് നോക്കുക ഒരു ബംഗാളിയുടെ തലയിലാണെങ്കിൽ ഇപ്പൊ അത് വന്ന് നോക്കുക ഒരു ബിടെക്കാരന്റെ തലയിലാ. ഇത് ഹാപ്പി വെഡിങ്ങിൽ ആര് പറഞ്ഞ ഡയലോഗാ? അല്ല, സൗബിക്ക് പറഞ്ഞ ഡയലോഗാണ്. ഇത് സംഭവം സത്യമാണ്. അതായത് കുറച്ച് മുന്നേക്കെ പറയുകയാണെങ്കിൽ ഒരു കല്ലെടുത്ത് മേലിട്ടാൽ ഒന്നുകിൽ അത് വന്ന് നോക്കുക ഒരു ബിടെക്കാർ, കാരണം അത്രയും ബിടെക്കാരുണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ, ബംഗാളീസും ഉണ്ട്. പക്ഷെ ഇപ്പോ ഇവരെക്കാ കൂടുതലുള്ള വേറൊരു കാറ്റഗറി ഉണ്ട്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയ ഫെയിം. ഇത് ചെറിയ ഞാൻ ഇൻഫ്ലുവൻസർ അല്ല, ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ല, ഐ ആം ആൻ ആങ്കർ. ഞാനൊരു ആങ്കറാണ്. ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു സോഷ്യൽ മീഡിയ, എൻ്റെ പ്രൊഫൈലിലില്ല, എൻ്റെ ബയോയിലില്ല, ഞാൻ ഒരാളോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരാളിനോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അയാളോട് എന്താ പറയല്, ഹാബിൽ നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക? പൊതുവെ ഇപ്പോൾ കുറേ ആളുകൾ അങ്ങനെ ചോദിക്കലില്ല, കാരണം കുറേ ആളുകൾക്ക് അറിയാം ഞാൻ ഓൾറെഡി ആങ്കർ ആണെന്ന് അറിയാം. അതുകൊണ്ട് ചോദ്യങ്ങൾ എനിക്ക് കുറവാണ്. ഇനി അഥവാ ഒരാൾ പരിചയമില്ലാത്ത പുറത്തുനിന്ന് ഒരു നാട്ടിൽ നിന്ന് ഒരാളിനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്താ അയാളോട് പറയല്? ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഞാൻ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്? പക്ഷെ ഹിബ പറയാറുണ്ട്, ഹിബ കെൻമില ബ്രാൻഡ് ഫേസ് ആണ്, ലൈക്ക് ഞാൻ കെൻമില ടോപ്പാണ്, കാലിക്കറ്റിലെ നമ്പർ 1 വീഡിയോ പ്രസന്റർ ആണെന്ന് ഇപ്പൊ പറയാറുണ്ട്. സോ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. ഇപ്പൊ ഈ കോണ്ടന്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രിയേറ്റേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്, റൈറ്റ്? സോ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഫീൽഡിൽ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചെയർ നല്ല നോയ്സ് ഉണ്ട് അല്ലേ? ദാറ്റ്സ് ഓക്കെ. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത്. ആ ഒരു 3 കാര്യങ്ങൾ തുടങ്ങുന്നത് സെയിം ലെറ്ററിലാണ്. ഇ ഫോർ എഡ്യൂക്കേഷൻ, E for entertain, E for engage. Yes, 3 E ആണ് ഒരു ക്രിയേറ്റർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എഡ്യൂക്കേറ്റ്, എന്റർടൈൻ, എൻഗേജ്. എഡ്യൂക്കേറ്റ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്ന് വിചാരിക്കുക, നിങ്ങളൊരു പേജ് സ്റ്റാർട്ട് ചെയ്ത്, നിങ്ങളൊരു എഡ്യൂക്കേഷൻ പേജാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പേജ് നിങ്ങൾക്ക് ഫോളോവേഴ്സ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. ബിക്കോസ് ആളുകൾക്ക് അറിവ് കിട്ടുക എന്ന് പറയുന്നത് ഇന്നും നാളെയും ഇന്നലെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏതൊരു കാലത്തും അറിവ് ഒരാൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ കുറെ ആൾക്കാർ ഇത് പ്രകടിപ്പിക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിലും എന്തായാലും ഫോളോവേഴ്സ് കൂടാനുള്ള ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് എഡ്യൂക്കേഷൻ. കാരണം എഡ്യൂക്കേറ്റ് ചെയ്യണം നമ്മളൊരാളെ. രണ്ടാമത്തെ എന്താ? എന്റർടൈൻ. ആളുകൾക്ക് കൂടുതലും താല്പര്യം ചിരിക്കാനാണ്, കൂടുതൽ ഫൺ, മൈൻഡ് ഒന്ന് ഫ്രീ റിലാക്സ് ആവാനാണ്. സോ അവർ എന്റർടൈനിങ്ങിന്റെ പേജ് തീർച്ചയായും ഫോളോ ചെയ്യും. സോ എന്റർടൈനിങ് കോണ്ടന്റ്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് കുറച്ച് ഫണ്ണായ ആക്ടിവിറ്റീസ്, ഗെയിംസ്, പ്രാങ്കുകൾ. ഈ എന്റർടൈനിങ് എവിടെയാണ് നിൽക്കുന്നത് എന്നറിയോ? അതിനൊരു ബോർഡർ എന്ന് പറയുന്നത് ഇവിടെ അറിയോ? മറ്റൊരാളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുന്നിടത്ത് ആ ഒരു പോയിന്റിൽ നമ്മളൊരു ലൈൻ വരയ്ക്കും. അതിൻ്റെ ഇപ്പുറം വരെ നമുക്ക് സ്പേസ് ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു എന്റർടൈനിങ് ഇല്ല. അയാളുടെ ഇപ്പം ഹിബന്റെ എന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യം വെച്ചിട്ട് ഞാനൊരു സഭയിൽ ഒരു സദസ്സിൽ ഞാൻ ജസ്റ്റ് ഹിബനെ അങ്ങനെ കളിയാക്കാണ്. ഹിബന്റെ എന്തെങ്കിലും ഒരു കുറവുകൾ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു ഹിബക്ക് ഹേർട്ട് ആവുന്ന എന്തെങ്കിലും ഒരു കാര്യം, പക്ഷെ ബാക്കിയുള്ളവർ കേട്ട് കഴിഞ്ഞാൽ ഒരു ചിരി പടർത്താൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും എന്റർടൈനിങ് പർപ്പസ് അല്ല. ഉണ്ട്, അത് ഒരിക്കലും ഒരു എന്റർടൈനിങ് പർപ്പസ് അല്ല. അതെന്ന് പറയുന്നത് മറ്റൊരാളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. And that's not right. അതൊരിക്കലും നല്ല കാര്യമല്ല. ആൻഡ് തേർഡ് വൺ, എൻഗേജിങ്. ഇപ്പം എൻ്റെ ഒരു പേജിൽ ഡെയിലി നല്ല എക്സ്ക്ലൂസീവ് ന്യൂസ് പോകുന്നുണ്ട്. നമുക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്ന ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഉണ്ട്, ഡോക്ടർ ക്രോമിൻ. അറിയണം? ക്രോമന്റ് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു അക്കൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു അക്കൗണ്ടിൽ കംപ്ലീറ്റ് സ്റ്റോറികൾ പോകുന്നത് ന്യൂസുകളാണ്. എൻഗേജിങ് ആവുകയാണ്, കാരണം ആളുകൾ റൈറ്റ്. അതാണ്, അതും പല നാടുകളിലെ. ഇപ്പം കേരളം മാത്രമല്ല, ഇപ്പം ഇന്ത്യ മാത്രമല്ല, വേൾഡ് വൈഡ് എല്ലാ ന്യൂസും, അയാൾക്ക് കിട്ടുന്ന എല്ലാ ന്യൂസും ജെന്യൂൻ ആണെങ്കിൽ അയാൾ അപ്പോൾ ഷെയർ ചെയ്യും. സോ ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലും എൻഗേജിങ് ആവുകയാണ്. സോ നമ്മൾ സ്വാഭാവികമായിട്ട് ആ ഒരു പേജിനെ ഫോളോ ചെയ്യും. ബിക്കോസ് നമുക്ക് കിട്ടുന്നത് അറിവുകളാണ്, നമ്മൾ എല്ലാ ഭാഗത്തുള്ള ന്യൂസുകൾ അറിയണേ. സോ നമ്മൾ പറയുന്ന 3 ഈകൾ എന്തൊക്കെയായിരുന്നു ഇവ? എഡ്യൂക്കേഷൻ, എന്റർടൈൻ ആൻഡ് എൻഗേജ്. സോ ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആകാൻ വേണ്ടി പറ്റും. സോ ഇഫ് യു ആർ ലൈക്ക് ആൻഡ് ഇഫ് യു ആർ വില്ലിംഗ് ടു ബി എ കോണ്ടന്റ് ക്രിയേറ്റർ, ട്രൈ ദീസ് 3 E. ഓക്കെ? സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെനിമയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.